ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഡക്കോയിറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഗ്ലിംസ് വരാൻ പോവാണ് ഈ മെയ് 26 രാവിലെ 11:07. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷുഗർ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് സിംഗിളാണ്. എന്തായാലും ഇന്നാണ് ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് അടക്കാൻ പോകുന്നത്. പിന്നെ ഒരു വടക്കൻ തേരോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ്റെ പടത്തിൻ്റെ ടീസർ ഇന്ന് 6 മണിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശക്തി ഫിലിം ഫാക്ടറി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കാട്ടാളൻ എന്ന് പറഞ്ഞിട്ടുള്ള പെപ്പയുടെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബി അജിനേഷ് ലോക്നാഥ് എന്നിട്ടുള്ള ആളാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ജൂക്ക് ബോക്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് സൈഡ് ബി എന്നുള്ള രീതിയിൽ പുറത്തിറക്കിയിട്ടാണ്. ഫസ്റ്റ് ഓൾറെഡി ഒരു 6 പാട്ട് കൂടിയിട്ടുള്ളൊരു ജൂക്ക് ബോക്സ് പുറത്തിറങ്ങിയിരുന്നു. അതുകൂടാതെ രണ്ടാമത്താണ്. പിന്നെ ഹേ ജവാനി തോ ഇഷ്ക് ഓന ഹേ എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് ഏപ്രിൽ 10 2026 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരുൺ ധവാനും പൂജ ഹെഗ്ഡെയും മൃണാൽ താക്കൂറാണ് പടത്തിൽ മെയിൻ കഥാപാത്രം എത്തുന്നത്. പിന്നെ 3 BHK എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരു പടമാണ്. ആ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കലലണ്ണി എന്നാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ പറന്ന് പോകുന്ന പറഞ്ഞ പടത്തിലത്തെ സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ജി പ്രകാശിൻ്റെ അടുത്ത പടം അനൗൺസ് ചെയ്തിരുന്നു. കയ്യാട് ഉലോഹർ ആയിരുന്നു അതിൽ നായിക എത്തുന്നതെന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സാണ് വന്നത്. 2 സ്ക്രീനിൽ എടുക്കാം. ഇപ്പോൾ വേറെ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് അവർ, അത് ഞാൻ സ്ക്രീനിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഭൈരവ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഗിച്ചമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. മെയ് 30 പടം റിലീസ് ആവുക. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ എത്ര ദിവസത്തെ കളക്ഷൻ 223.89 കോടി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സരംഗപ്പനി ജാതകം എന്ന് പറഞ്ഞ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 4 ഭാഷകളിൽ. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞ പടത്തിൽ ലെറ്റ്സ് ലിവ് ദിസ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ട്രെൻഡിങ്ങിലൊക്കെയാണ്. പിന്നെ ലോയർ എന്ന് പറഞ്ഞ പടത്തിൽ രവീന ടാൻഡറിന് ഓൺ ബോർഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ UK തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തുനിന്നും. എന്തായാലും 75 കോടി കടന്നിട്ടുണ്ട് പടം എന്നുള്ളത് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ പെഡി അല്ലെങ്കിൽ RC 16 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ 2 സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. 2 സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സ്ക്വിഡ് ഗെയിം 3 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുവെച്ചാൽ സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 3 വരാൻ പോവാണ്. അത് ജൂൺ 27 നല്ല ഒഫീഷ്യൽ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ലാസ്റ്റ് സീസണാണ്. എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ള കണ്ടറിയണം. പിന്നെ വൃഷഭ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ അടുത്തായിട്ട് റിലീസിനാവാൻ പോകുന്ന ഒരു പടമാണ്. ആ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മോശം പോസ്റ്ററും പുറത്തിറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതാണ്, ഒരു കുഴപ്പമില്ലാത്ത പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറേ സ്റ്റിൽസാണ് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് ഒന്നും വന്നിട്ടുണ്ടായില്ല. ഇപ്പം എന്തായാലും ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയിട്ടാണ് 2 പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പോസ്റ്ററിലും മോഹൻലാലുണ്ട്, മാളവിക മോഹനുണ്ട്, സംഗീത് പ്രതാപ് ഉണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ളത് ധനുഷ് മെയിൻ കഥാപാത്രം എത്തുന്നുണ്ടോ. ശേഖർ കമ്പലിയാണ് പടം എടുക്കുന്നത്. നാഗാർജുനും ലക്ഷ്മികാന്തനും വേറൊരു മെയിൻ കഥാപാത്രമായിട്ടും എത്തുന്നുണ്ട്. എന്തായാലും ഈ പടത്തിൻ്റെ അടുത്ത പാട്ട് ട്രെൻഡ്സ് ഓഫ് കുബേര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് മെയ് 25 പുറത്തിറങ്ങുന്നതിൽ അറിയിച്ചിട്ടുണ്ട്. 2 പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഒന്ന് നാഗാർജുനായിട്ടുള്ളതും ഒന്ന് ധനുഷായിട്ടുള്ള രീതിയിലും. എന്തായാലും 2 സ്ക്രീനിൽ എടുക്കുന്നുണ്ട്. പിന്നെ മെഗാ 157 എന്ന് വെച്ചാൽ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ 157ാമത്തെ പടം അനിൽ രവിക്കുടി ഡയറക്ഷൻ ചെയ്യുന്ന രീതിയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഷൂട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അടുത്ത വർഷം പൊങ്കലിന് അല്ലെങ്കിൽ സംക്രാന്തിക്കാണ് പുറത്തിറങ്ങുന്നത്. എന്ന് വെച്ചാൽ ജനുവരി ആ ടൈമിൽ 2026. എന്തായാലും നയൻതാര പടത്തിൽ നായിക എത്തുന്ന പടം ഗംഭീരാവുന്നതിന് പ്രതീക്ഷിക്കാം. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ പടത്തിൻ്റെ ഒരു മെയിൻ അപ്ഡേറ്റ് അത് ജൂലൈ 4 വരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ റിലീസ് ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ദിലീപ് വരാൻ പോണ ഒരു വലിയ കാസ്റ്റിൽ പെട്ട ഒരാളുടെ അപ്ഡേറ്റ് ആയിരിക്കാം. എന്തായാലും കണ്ടറിയാൻ എന്താ വരാൻ പോകുന്നത്. എന്തായാലും പോസ്റ്റർ നല്ല പോസ്റ്റർ ആയിരുന്നു തോന്നിയത്. സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞതിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം ഡിസംബറോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് കേൾക്കുന്നത്. രജനീകാന്ത് പറഞ്ഞിട്ടുള്ളതാണ് ഡിസംബറോട് കൂടിയിട്ട് കഴിയുണ്ടാവുന്ന രീതിയിൽ. എന്തായാലും നോക്കിയൊക്കെ അഭിപ്രായം കഴിയാന്നുള്ളത്. പിന്നെ കൂലി എന്ന് പറഞ്ഞിടത്തിന്റെ ഒരു ഗ്ലിംസ് പുറത്തിറക്കിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പവർ ഹൗസ് വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സിലൊക്കെ അവൈലബിൾ ആണെന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഗംഭീര വീഡിയോ ആണ്. പടത്തിലത്തെ കുറച്ച് ഷോർട്സും ബിഹൈൻഡ് ദ സീനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസംബർ 18 2026 പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. ഇതൊക്കെ തോന്നുന്നത് ജൂൺ ആ ടൈമിലേക്കൊക്കെ പ്ലാൻ ചെയ്തിരുന്നുണ്ട്. ഇപ്പോൾ വൈകിക്കുകയാണ്. അതേമാതിരി അവഞ്ചേഴ്സ് സീക്രട്ട് വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2027 ഡിസംബർ 17 റിലീസ് ഉണ്ടാവുക എന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ലൈക്കും ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.